നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ദുരൂഹതയേറുകയാണ്. കാരണം ജോലി കഴിഞ്ഞ് ആ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെയാണ് ആ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛനോട് പറയുന്നത് താൻ താമസിക്കുന്ന ഇടത്തേക്ക് പോവുകയാണെന്നാണ്. കൂടാതെ ഈ ട്രാക്ക് ഉള്ളിടത്തേക്ക് പോകാൻ എന്തുകൊണ്ടാണ് അവിടേക്ക് ഈ മേഘ എത്തുന്നത് ഇപ്പോഴും ഒരു സംശയമാണ്. കാരണം ഈ മേഘ താമസിക്കുന്ന ഇടത്തേക്ക് പോകുന്നിടത്ത് റെയിൽവേ ട്രാക്ക് ഇല്ല എന്ന് തന്നെയാണ് പിതാവ് പറയുന്നത്. പിന്നെ എന്തിനാണ് മേഘ അവിടേക്ക് പോയത്? പിതാവ് പറയുന്നത് ചിലപ്പോൾ മറ്റാരെങ്കിലും കോൾ ചെയ്തുകൊണ്ട് അവിടേക്ക് വരാൻ ആവശ്യപ്പെട്ടു എന്നാണ്. പക്ഷേ ലോക്കോ പൈലറ്റ് പറയുന്നുണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ട്രാക്കിന് കുറുകെ തലവെക്കുകയായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ എന്താണ് ആത്മഹത്യ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അതൊരു കൊലപാതക പ്രേരണ നൽകിയതാണോ? ആത്മഹത്യ പ്രേരണ നൽകിയതാണോ എന്നൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും. എന്താണ് ഇപ്പോൾ മേഘയുടെ ആത്മഹത്യയിൽ കൂടുതൽ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ദുരൂഹത ആരോപണവുമായിട്ട് കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. കാരണം ഈ പെൺകുട്ടി എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് നീങ്ങിയെന്നത് അത് ഒരു വലിയ ദുരൂഹതയായിട്ട് തന്നെ. പ്രണയനൈരാശ്യം എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടിക്ക് കൂടെ ജോലി ചെയ്തിരുന്ന ഒരു യുവാവുമായി ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ആ യുവാവിന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മറന്നെന്താണ് അയാൾക്ക് കല്യാണ ആലോചനയൊക്കെ ആയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മറന്നെന്താണ് മേഘ സൂയിസൈഡ് ചെയ്തതെന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത്. പക്ഷെ പിതാവ് പറയുന്നുണ്ട് അത്തരത്തിൽ മകൾക്ക് അങ്ങനൊരു പ്രണയമുണ്ടെന്ന് അറിയില്ലായിരുന്നു, കൂടെ വർക്ക് ചെയ്തിരുന്നതാണ് എന്നൊക്കെയാണ് പിതാവ് പറയുന്നത്. എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ വിഷയം? ഈ കേരള പോലീസിലെ ഇന്റലിജൻസ് ബ്യൂറോയ്ക്കൊക്കെ ഇവർ പരാതി നൽകിയിട്ടുണ്ട്, ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ വിമാനത്താവളത്തിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ പെൺകുട്ടി എന്തുകൊണ്ട് മരണം തിരഞ്ഞെടുത്തു എന്നത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയ ശേഷം രാവിലെ 6 മണിയോടെ എന്തോ ആണ് ഈ മേഘ അച്ഛനെ വിളിച്ചത്. ഈ ഭക്ഷണ പാഴ്സൽ വാങ്ങിയ ശേഷം റൂമിലേക്ക് പോവുകയാണ് എന്നാണ് അച്ഛനോട് പറഞ്ഞത്. പിന്നീട് അച്ഛൻ അറിയുന്നത് മകളുടെ മരണ വാർത്തയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ താമസിക്കുന്ന സ്ഥലത്ത് റെയിൽവേ ട്രാക്കില്ല. അതുകൊണ്ട് തന്നെ പേട്ടയിലെ റെയിൽവേ ട്രാക്കിലേക്ക് എങ്ങനെ എത്തി അത് പ്രധാനമായി അന്വേഷിക്കണം. എന്തുകൊണ്ട് ഈ കുട്ടി അങ്ങോട്ടേക്ക് പോയി എന്നത് പ്രധാനമായി അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല ആ മൊബൈൽ ഫോണിൽ വിളിച്ചത് ആരാണ്, ആരുമായിട്ടാണ് സംസാരിച്ചത്, എന്താണ് സംസാരിച്ചത്, ഇതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ആ കുടുംബം പറയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് അറിയണം, അത് ആരോടാണ് എൻ്റെ മകൾ അവസാനമായി സംസാരിച്ചത്, പറഞ്ഞ ആൾ എന്താണ് പറഞ്ഞത്, എന്തടക്കമുള്ള കാര്യങ്ങൾ അറിയണമെന്ന് അച്ഛൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. IB അറിയിച്ചത് സംഭവത്തിൽ പ്രത്യേക അന്വേഷണം നടത്തുമെന്നാണ്. തീർച്ചയായിട്ടും IB അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വിശദാംശം അവർ പെട്ടെന്ന് തന്നെ കണ്ടെത്തുമെന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാലും യുവാവുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്ന കാര്യമാണ്. അത് ഈ വീട്ടുകാരാദ്യം ഈ ഒരു ബന്ധത്തെ എതിർത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അവർക്ക് ഈ ഒരു കാര്യം അറിയായിരുന്നു, അവർ എതിർത്തിട്ടുണ്ട്. എവിടെയുള്ള യുവാവാണ്? മലപ്പുറത്തുള്ള യുവാവ്. പിന്നീട് മേഘയുടെ ഇഷ്ടത്തിന് വഴങ്ങി അത് അംഗീകരിക്കുകയും ചെയ്തു. ഈ പ്രണയത്തിൽ നിന്ന് യുവാവ് പിന്മാറിയതാകാം മേഘയുടെ മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ സംശയം. പക്ഷേ ഇതിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി, ഈ ഒരു കേസിന് ഏറ്റവും വലിയ വെല്ലുവിളി തീർക്കുന്നത് ഈ മേഘയുടെ ഫോണിൽ ഒരുപാട് വിവരങ്ങൾ ഉണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് അറിയേണ്ടത് ആ സംസാരിച്ചുകൊണ്ടിരുന്നത് ആരോടാണ് എന്നാണ്. അപ്പോൾ ഫോണാണെങ്കിൽ അപകടത്തിൽ ചിതറിപ്പോയി, അപകടത്തിൽ ആകെ നശിച്ചു പോയി. അപ്പോൾ നിർണായകമായ ഫോൺ നശിച്ചത് ഒരു അന്വേഷണത്തിന് ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ സൈബർ സെല്ലിന്റെ സഹായത്തോടെ അത് ആരോടാണ് സംസാരിച്ചതെന്നൊക്കെ കണ്ടെത്താൻ കഴിയും. എങ്കിൽ പോലും ഫോണിലെ ചാറ്റുകൾ അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. പിന്നെ ഈ കുട്ടിയുടെ ഒരു സ്വപ്നം, സിവിൽ സർവീസ് സ്വപ്നം കണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് മേഘ എന്നാണ് നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും വലിയൊരു സ്വപ്നമൊക്കെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് സൂയിസൈഡ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാറണമെങ്കിൽ തക്കതായ ഒരു കാരണം അതിനകത്തുണ്ട്. അതൊരു പ്രണയ നൈരാശ്യം എന്ന് പറഞ്ഞാൽ പോലും പെട്ടെന്ന്, അതായത് ഡ്യൂട്ടിക്ക് ആ സമയത്ത് പോകുന്നുണ്ട്, ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു പ്രകോപനം എന്ന രീതിയിൽ ആരാണ് വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്? ഈ ഭീഷണി ആയിരുന്നോ? അതല്ലെന്നുണ്ടെങ്കിൽ ആത്മഹത്യ തന്നെ നീ ചെയ്യണം എന്ന് ആരെങ്കിലും പ്രേരിപ്പിച്ചതാണോ? അത്തരത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നല്ലേ? പിതാവ് ഉന്നയിച്ചതുപോലെ ഫുഡ് വാങ്ങിച്ചിറങ്ങിയതാണ്, താമസ സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയുന്നു. കൂടാതെ ഈ പറഞ്ഞ പോലെ സിവിൽ സർവീസ് സ്വപ്നങ്ങളൊക്കെ മനസ്സിലുണ്ട്. അതായത് ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകളുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. പെട്ടെന്ന് ഒരു പ്രണയ തകർച്ച എന്നതിന്റെ പേരിൽ ഒരു സൂയിസൈഡ് തിരഞ്ഞെടുക്കുമോ എന്നത് ഒരു സംശയം തന്നെയാണ്.
മാത്രമല്ല ഫോറൻസിക് സയൻസിലൊക്കെ മികച്ച വിജയം നേടി നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഈ ഒരു പ്രായത്തിൽ തന്നെ നല്ലൊരു ജോലി നേടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കുട്ടി എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരുന്ന കുട്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ജോലിയിൽ നിന്ന് അവധിയെടുത്ത് IAS പോകുന്നതിനുള്ള ആലോചനകൾ നടക്കുകയായിരുന്നു. അത്തരത്തിൽ വൻ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു IAS ലക്ഷ്യം വെക്കണമെങ്കിൽ അത്രയും ഒരു നമുക്ക് മനസ്സിലാക്കാം എഫേർട്ട് എന്നതിലുപരി ആ ലക്ഷ്യത്തിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ അത്രയും സോഷ്യൽ സർവീസ്, ഒരു സ്വയം സന്നദ്ധ, അങ്ങനത്തെ സംഭവങ്ങൾ, ആ ഒരു ലക്ഷ്യം ആ കുട്ടിയുടെ ആ ഒരു എയിമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രം ആ കുട്ടിയുടെ മൈൻഡ് എന്തായിരുന്നു എന്ന്. പക്ഷെ അങ്ങനെ അത്രയും ഒരു ബോൾഡായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഒരു IAS ഒക്കെ തിരഞ്ഞെടുക്കാവുന്ന ഒരു രീതിയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ബോൾഡ് ആയിരുന്നിരിക്കണം ആ കുട്ടി. അപ്പോൾ ബോൾഡായ ആ കുട്ടി എന്തുകൊണ്ട് ഈ ഒരു രീതിയിലേക്ക് തിരിഞ്ഞു വന്നത് എത്ര അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കുടുംബം അത് തന്നെ പറയുന്നത്. ഏക മകളാണ്, ഏക മകളെ നഷ്ടപ്പെട്ട വേദനയിലാണ് ആ കുടുംബമുള്ളത്. മകൾക്ക് ഒരു പ്രണയമുണ്ടെങ്കിൽ പോലും അവരതിനെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിനിടയിലാണ് ആ യുവാവ് ഇതിൽ നിന്ന് പിന്മാറിയതെന്ന് പറയുന്നത്. അപ്പോൾ ആ യുവാവ് ഇതിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഒരു കാരണം ഉണ്ടാകണം. മാസം നല്ല ശമ്പളമൊക്കെ മേടിക്കുന്ന പെൺകുട്ടി തന്നെയാണ്, പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളോ മറ്റോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആ യുവാവ് എന്തുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറി, അല്ലെങ്കിൽ യുവാവിന്റെ കയ്യിൽ ഇവർ പ്രണയകാലത്തുണ്ടായിരുന്ന എന്തെങ്കിലും ചിത്രങ്ങളോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ, അത്തരത്തിൽ ഭീഷണി മുഴക്കിയിരുന്നോ, അതല്ല ഈ പറഞ്ഞതുപോലെ ഈ യുവാവ് പിന്മാറിയത് കൊണ്ട് അതിന്റെ മാനസിക ദുഃഖം തന്നെയായിരുന്നോ ഒക്കെ നിർണായകം തന്നെയാണ്. അങ്ങനത്തെ സംശയങ്ങൾ നമുക്ക് വെക്കാമെന്നല്ലാതെ അന്വേഷണത്തിലൂടെ മാത്രമേ ആ വിശദാംശങ്ങൾക്ക് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം മൃതദേഹം പത്തനംതിട്ട കലഞ്ഞൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചിരുന്നു. വേദനാജനകമായ കാഴ്ചകൾ തന്നെയാണ് ആ വീട്ടിൽ നിന്ന് കാണാൻ സാധിച്ചത്. ഏക മകളാണ്. അപ്പോൾ ഏക മകൾ നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന വേദനയും വിഷമവും എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനം ഈ ഒരു സംശയങ്ങൾ തന്നെയാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ആ വഴിക്ക് ഈ കുട്ടി പോകേണ്ട ആവശ്യമില്ല. ശരി, പോയെങ്കിൽ തന്നെ എന്തിനങ്ങോട്ട് പോയി, ആര് വിളിച്ചു, ഈ കാര്യങ്ങളൊക്കെയാണ് കുടുംബത്തിന് അറിയേണ്ടത്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കിട്ടുമ്പോൾ എന്താണ് മേഘയ്ക്ക് സംഭവിച്ചത് എന്ന കാര്യത്തിലും ഏതാണ്ട് ഒരു വിശദാംശം നമുക്ക് കിട്ടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇഞ്ചയ്ക്കലുള്ള താമസ സ്ഥലത്തേക്ക് പോകാൻ റെയിൽവേ ട്രാക്കിലൂടെ പോകണ്ട എന്ന് തന്നെയാണ് പിതാവ് പറയുന്നത്. അപ്പോൾ റെയിൽവേ ട്രാക്കിലൂടെ പോകണമെങ്കിൽ അത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പോയത്. അപ്പോൾ എന്തായിരിക്കും അല്ലേ, പെട്ടെന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നു, പെട്ടെന്ന് തന്നെ പ്രകോപനപരമായിട്ടൊരു കോള് വരുന്നു, ആ കോളിനെ തുടർന്നിട്ട് ആ ട്രെയിൻ വരുന്നിട്ടും പതർന്നില്ല, നേരെ ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ ഈ മലപ്പുറത്തെ യുവാവിനെ ചോദ്യം ചെയ്യുക അങ്ങനത്തെ തീർച്ചയായും ചോദ്യം ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഫോണിന്റെ ആ ഒരു ഫോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ കേസിൽ ആ യുവാവിന്റെ മൊഴിയെടുക്കുന്നതൊക്കെ നിർണായകം തന്നെയാണ്. ആ യുവാവിന്റെ ഫോണിൽ പോലും ഇവർ തമ്മിൽ സംസാരിച്ചതിന്റെ കോൾ ഹിസ്റ്ററിയും മറ്റും കാണുമല്ലോ. അപ്പോൾ ഇവർ തമ്മിലുള്ള ചാറ്റ്, അങ്ങനെ പല സംഭവങ്ങളും കാണും. അപ്പൊ തീർച്ചയായിട്ടും ആ യുവാവിനെ ചോദ്യം ചെയ്യാൻ സാധ്യത ഉണ്ട്. അവസാനത്തെ കോള് ആർക്കാണ് വിളിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ആ യുവാവിനെ ചോദ്യം ചെയ്ത് പരിശോധിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ ലോക്കോ പൈലറ്റിൻ്റെ ഒരു മൊഴിയൊക്കെ വളരെ നിർണായകമായി ഈ ഒരു കേസിൽ മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലോക്കോ പൈലറ്റ് ഒരു സാക്ഷിയായിട്ട് ഇല്ലായിരുന്നുവെങ്കിൽ അല്ലേ ആ ഒരു കാര്യം, അതായത് ഫോൺ വിളിക്കുന്നു, പെട്ടെന്ന് വന്ന് മുന്നിലേക്ക് ചാടുന്നു, ആ ഒരു മൊഴി അത് വളരെ നിർണായകമായി കേസിൽ മാറുന്നുണ്ട്. കൂടാതെ ആ അച്ഛൻ പറയുന്നുണ്ട് IB ഉദ്യോഗസ്ഥയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഏറ്റവും ഏജ് കുറവുള്ള മേഘയ്ക്കാണ്. അപ്പൊ മേഘയെ വളരെ കരുതലോടെയാണ് സഹപ്രവർത്തകരൊക്കെ കൊണ്ടു നടന്നത്. അപ്പോൾ ഒരു അത്രത്തോളം കെയറിങ്ങോടുകൂടി സഹപ്രവർത്തകർ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ജോലിയിൽ അത്തരത്തിൽ പ്രശ്നമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല ഈ ഒരു ഏജിൽ തന്നെ നല്ലൊരു ജോലി നേടണമെങ്കിൽ അല്ലേ കുട്ടി മാസം 1.5 ലക്ഷത്തിനടുത്ത് ശമ്പളം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്തുമാത്രം ഹാർഡ് വർക്കിംഗ്, എന്തുമാത്രം സമർപ്പണ ബോധത്തോടെ പഠിച്ച് ജോലി നേടുക, ഈ ഒരു പ്രായത്തിൽ തന്നെ നല്ലൊരു ജോലി നേടുക, അടുത്ത് അതിൽ നിന്നൊരു ഉന്നത ലക്ഷ്യം വെച്ചിരുന്ന ഒരു കുട്ടി. അപ്പോൾ വളരെ അല്ലെ, ഒരു റിട്ടയർഡ് അധ്യാപകന്റെയും കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥയുടെയും മകളാണ്. അപ്പോൾ ഇത്രയും വലിയ ലക്ഷ്യമുള്ള ആ കുട്ടി എന്തിന് ഇത് ചെയ്തു എന്നതൊരു ചോദ്യം തന്നെയാണ്, ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. ഇപ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ പുറത്തു വന്നെന്ന് പറയുന്നുണ്ട് അല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നത് ഒരു വലിയ ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ്. പെട്ടെന്ന്, അതായത് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് ഒരു പ്രകോപനം അതിലുണ്ട്. ഒരു
ഇത് വെറും ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒരു ആത്മഹത്യ പ്രേരണ തന്നെ മറുതലയ്ക്കിൽ നിന്ന് വന്നു എന്നതാണ് നമുക്ക് ഇവിടെ നോക്കുന്നത്. ഏറ്റവും അവസാനം ഈ പറഞ്ഞത് കണക്കെ മറ്റു സുഹൃത്തുക്കളോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ബന്ധമൊഴിവായ കാമുകനോ മറ്റോ ആണോ അവസാനം വിളിച്ചത്, ഏറ്റവും അവസാനം ആരാണ് മേഘയുടെ ഫോണിലേക്ക് വിളിച്ചത് എന്നതാണ് ഏറെ ആശയക്കുഴപ്പം. കാരണം ഫോൺ ചിതറിപ്പോയി. അപ്പോൾ അതിൽ നിന്നും ഒരു ഡേറ്റയും കളക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആകെ ഈ പറഞ്ഞ സൈബർ സെല്ലിന്റെ സഹായത്തോടെ മാത്രമേ മുന്നോട്ടുള്ള അന്വേഷണങ്ങളൊക്കെ പുരോഗമിക്കുകയുള്ളൂ. എന്നാലും പേട്ട പോലീസൊക്കെ കേസ് അന്വേഷിക്കുകയാണ്. പേട്ട പോലീസ് പറയുന്നത് ഈ ദുരൂഹത സംശയിക്കത്തക്ക തരത്തിലൊന്നും ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പേട്ട പോലീസ് പറയുന്നത്, അല്ലേ? അതെ, പെട്ടെന്നൊരു ആത്മഹത്യ ചെയ്യുന്നു, ഒരു പ്രണയ നൈരാശ്യത്തിന്റെ പേരിലാണ് ഈ ആത്മഹത്യ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കുടുംബം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. കാരണം കുടുംബം അറിയേണ്ടത് ഫുഡ് വാങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നു, വീട്ടിലേക്ക് പോകുന്നു എന്ന് പറയുന്നു, അച്ഛനോട് രാവിലെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നു, അത്തരത്തിൽ പ്രശ്നങ്ങളുള്ളതായിട്ട് ഒന്നും അറിയില്ല. പെട്ടെന്ന് തന്നെ പിന്നീട് അറിയുന്നത് മകളുടെ മരണവാർത്തയാണ്. അതായത് സൂയിസൈഡ് ചെയ്തു. ഈ ലോക്കോ പൈലറ്റ് കാണുന്നുണ്ട്, ഒരാളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് നടന്നു വരുന്നത്. പെട്ടെന്നാണ് ട്രെയിൻ കണ്ടപ്പോഴേക്കും റെയിൽവേ ട്രാക്കിൽ തല വെക്കുന്നത്. പിന്നെ മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനം CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. ഈ സ്ഥലത്ത് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഒരു കാര്യമൊക്കെ വ്യക്തമാകുമല്ലോ, അല്ലേ? അതെ. പിന്നെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെ കുടുംബം പറയുകയാണ്. ആ ഒരു സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കുട്ടി എന്തുകൊണ്ട് ഇത്തരത്തിൽ ചെയ്തു എന്നതിന് ഒരു വിശദമായ അന്വേഷണം തന്നെ വേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു ആഴത്തിലുള്ള അന്വേഷണം തന്നെ വേണ്ടി വരുമല്ലോ. അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് സംഭവിച്ചത്. കൂടുതൽ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ പുറത്തു വരും, അല്ലെ? എന്താണ് സംഭവിച്ചത്. മേഘയുടെ കുടുംബത്തിൽ തന്നെ ആരോടെങ്കിലും മേഘ ഇത്തരത്തിൽ എന്തെങ്കിലും സംശയകരമായി അല്ലെങ്കിൽ സങ്കടപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പങ്കുവെച്ചിട്ടുണ്ടോ, അമ്മയോടോ മറ്റോ അതിന് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ടോ, അതൊക്കെ എല്ലാം ചോദിച്ചറിയും. കാരണം ഇപ്പോൾ ആ ഒരു കുടുംബം ആകെ തകർന്ന ഒരു അവസ്ഥയിലാണ്. ആരോടും മൊഴിയെടുക്കാനുള്ള ഒരു അവസ്ഥയിലൊന്നുമല്ല. അപ്പോൾ അത്തരത്തിൽ കുറച്ചു സമയങ്ങൾക്ക് ശേഷമായിരിക്കും ഈ പോലീസ് എല്ലാ തരത്തിലും അന്വേഷണം കുറച്ചുകൂടി വിപുലപ്പെടുത്തുക എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല മരണത്തിന് തൊട്ട് മുമ്പ് എല്ലാം മേഘയുടെ കോൾ ലിസ്റ്റുകൾ ശേഖരിച്ചിട്ടുണ്ട് പോലീസ്. ആരെയൊക്കെ വിളിച്ചു, ആരോടൊക്കെ സംസാരിച്ചു. സൈബർ സെല്ലിന്റെ അന്വേഷണമൊക്കെ സഹായം കൂടി ഈ ഒരു അന്വേഷണത്തിലുണ്ട്. അപ്പോൾ എന്തായാലും പോലീസ് എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട് ആ യുവാവുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു എന്നൊക്കെ പോലീസ് എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു പഞ്ചാബിലെ പരിശീലനത്തിനിടെയാണ് ഒരു സൗഹൃദത്തിലായത് എന്നടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നായിരുന്നു, അല്ലേ? എന്തായാലും കോൾ ലിസ്റ്റ് അടക്കം കോൾ ലിസ്റ്റ് CCTV ദൃശ്യം ഇതൊക്കെ വളരെ നിർണായകമായി കേസിൽ മാറും. അപ്പോൾ വരും മണിക്കൂറുകൾ നമുക്ക് ഇതിൻ്റെ അപ്ഡേഷനൊക്കെ അറിയാൻ സാധിക്കും. എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചതെന്ന് അറിയാൻ വീട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ട്. ജോലി സ്ഥലത്തെ സമ്മർദ്ദമല്ല എന്നത് ഏറെക്കുറെ വ്യക്തമാണ്. അപ്പോൾ അല്ലാതെ സ്വകാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് കാമുകനുമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞാൽ പെട്ടെന്നൊരു പ്രകോപനമാണ് ഇതിലേക്ക് നയിച്ചത്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഭീഷണി നേരിട്ടോ എന്നൊക്കെയുള്ളത് വരും മണിക്കൂറിൽ പുറത്തു വരുന്നതാണ്. അത് സംബന്ധമായ റിപ്പോർട്ടുകളും നമുക്ക് കാണാം.